അഭിനന്ദനം ഭാഗം 7. രചന സ്വപ്നങ്ങളുടെ രാജകുമാരി. അന്ന് ടീച്ചറമ്മ വളരെയധികം സന്തോഷത്തോടെയാണ് അല്ലുവിനെ ഫോൺ ചെയ്തത്. എടാ മോനെ, നമ്മൾ അന്നയ്ക്ക് വേണ്ടി ഉറപ്പിച്ച പയ്യനില്ലേ ജിതിൻ, അവൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു. പയ്യൻ അടുത്ത മാസം ലീവിന് വരുന്നുണ്ടെന്ന്. അപ്പോൾ എൻഗേജ്മെൻറ്റ് നടത്താമോന്നാണ് അവർ ചോദിക്കുന്നത്. ഞാൻ നിന്നോട് ചോദിച്ചിട്ട് പറയാമെന്നാ പറഞ്ഞേ. നമുക്ക് പിന്നെ അഭിപ്രായം ചോദിക്കാൻ വേറെ ആരും ഇല്ലല്ലോ. എന്താ നിൻ്റെ തീരുമാനം? അമ്മ ഒരു കാര്യം ചെയ്യൂ, നമ്മുടെ പള്ളിയിലെ അച്ഛനോടൊന്ന് സംസാരിച്ച് എല്ലാവരുടെയും സൗകര്യത്തിനനുസരിച്ചൊരു ഡേറ്റ് ഫിക്സ് ചെയ്തോ. ഞാൻ ഒരാഴ്ചത്തെ ലീവ് എടുത്താൽ പോരെ? വല്യപ്പന്മാരെയൊക്കെ ഞാൻ കൂടെ വന്നിട്ട് നേരിട്ട് പോയി ക്ഷണിക്കാം. അമ്മ വിവരങ്ങൾ തൽക്കാലത്തേക്ക് ഫോൺ ചെയ്ത് അറിയിച്ചേക്ക്. ഇല്ലെങ്കിൽ കാര്യത്തിനില്ലെങ്കിലും സമയത്ത് വന്ന് 100 ന്യായങ്ങൾ പറയും. അല്ലു കോൾ കട്ട് ചെയ്ത് വിശേഷം ഹരിയോട് പറഞ്ഞു. ദിവസങ്ങൾ വളരെ വേഗം കടന്നുപോയി. എൻഗേജ്മെൻറ്റിനും ഒരാഴ്ച മുൻപ് അല്ലു ലീവ് എടുത്ത് നാട്ടിലേക്ക് പോയി. എൻഗേജ്മെൻറ്റിനും 2 ദിവസം മുൻപാണ് ഹരി വീട്ടിലേക്ക് വന്നത്. എൻഗേജ്മെൻറ്റിൻ്റെ തലേ ദിവസം കൂട്ടുകാരെല്ലാവരും കൂടി ചെറുതായൊന്ന് കൂടി. ഹരി ഒഴിഞ്ഞു മാറിയെങ്കിലും എല്ലാവരും നിർബന്ധിച്ചപ്പോൾ അവനും അവർക്കൊപ്പം ചേർന്നു. സമയം 11 മണിയോടടുത്തിരുന്നു. പ്രത്യേകിച്ച് വേറെ പണികളൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും വീടുകളിലേക്ക് പോയി. കുടിച്ച് ശീലമില്ലാത്തതുകൊണ്ട് ഹരിക്ക് തലയ്ക്ക് വല്ലാത്ത ഭാരം അനുഭവപ്പെട്ടു. അവൻ എങ്ങനെയോ വീടെത്തിച്ചേർന്നു. സിറ്റൗട്ടിലെ ലൈറ്റ് കണ്ട് അമ്മ ഉറങ്ങിയിട്ടില്ല എന്നവന് മനസ്സിലായി. അകത്ത് കയറിയാൽ അമ്മ കള്ളം കണ്ടുപിടിക്കും. അവൻ പതുക്കെ വണ്ടി ഒതുക്കി വെച്ച് വീട്ടിന് പുറകിലുള്ള കുളിമുറി ലക്ഷ്യമാക്കി നടന്നു. സൈഡിലെ അയയിൽ രാവിലെ കുളി കഴിഞ്ഞ് വിരിച്ചിട്ട പേശയും തോർത്തും ഉണങ്ങിക്കിടപ്പുണ്ടായിരുന്നു. പോകുന്ന പോക്കിൽ അവൻ അതും കയ്യിലെടുത്തു. ശബ്ദമുണ്ടാക്കാതെ ചെന്ന് കുളിമുറിക്കകത്ത് കയറി തിരിഞ്ഞു നോക്കുമ്പോഴതാ മുട്ടോളം മുടിയുള്ളൊരു പെണ്ണ്. പെട്ടെന്ന് അവൻ ഭയന്നുപോയി. അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ തറഞ്ഞു നിന്നു. ഇതേ സമയം അടുത്ത ആളനക്കം മനസ്സിലാക്കിയ നന്ദുവും ഭയന്ന് ശബ്ദം പുറത്തേക്ക് വരാതെ പേടിച്ച് നിൽക്കുകയായിരുന്നു. അവൾ രണ്ടും കൽപ്പിച്ച് തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് അവന് നല്ല ജീവൻ വീണത്. പൊട്ടിയ ഷീറ്റിൻ്റെ ഇടയിലൂടെ അരിച്ചിറങ്ങിയ നിലാവെളിച്ചത്തിൽ കുളിച്ചീറനോടെ നിൽക്കുന്ന നന്ദുവിനെ അവൻ കണ്ടു. ഭയം കാരണം അവളുടെ കണ്ണുകൾ പിടയ്ക്കുന്നുണ്ടായിരുന്നു. ഇനി ഇവളെങ്ങാനും ഒച്ചയെടുത്താൽ ആൾ കൂടും. ഞാൻ നാറുകയും ചെയ്യും. ഇവളെക്കുറിച്ച് കലമാമ ഇല്ലാക്കഥ പറയുകയും ചെയ്യും. പെട്ടെന്നൊരു ഉൾപ്രേരണയാൽ അവൾ എങ്ങാനും ഒച്ച വെച്ചാലോ എന്ന് കരുതി അവൻ അവളുടെ വായ പൊത്തിപ്പിടിച്ചു. പ്രവൃത്തിയിൽ അവൾ കൂടുതൽ ഭയചകിതയായി. അവൾ കുതിര മാറാൻ ശ്രമിച്ചു. അവൻ പെട്ടെന്ന് മറുകൈയാൽ അവളുടെ തോളിൽ അമർത്തിപ്പിടിച്ച് ചുമരോട് ചേർത്ത് നിർത്തി. എന്നിട്ട് പറഞ്ഞു, നീ ഇതിനകത്തുണ്ടെന്നറിയാതെ കയറിയതാ. ചുമ്മാ ബഹളം വെച്ച ആളെ കൂട്ടിയാൽ നമ്മൾ 2 ആൾ നാറും. നിനക്ക് ഈ പാതിരാത്രി കുളിക്കാനേ പറ്റുള്ളൂ, മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടി. വീട്ടിൽ ഇത്രയും ബാത്റൂം ഉള്ളപ്പോൾ നീ എന്തിനാ ഇവിടെ വന്ന് കുളിക്കുന്നേ? അല്ലെങ്കിൽ തന്നെ നിനക്കിതൊന്ന് കുട്ടിയിട്ടിട്ട് കുളിച്ചുകൂടായിരുന്നോ? ഇതിപ്പോൾ ഞാനായതുകൊണ്ട് കൊള്ളാം. വേറെ ആരെങ്കിലും ആയിരുന്നേ നിന്റെ പൊടി പോലും കാണില്ലായിരുന്നു. അവൻ അവളോട് ദേഷ്യപ്പെട്ടു. അവളുടെ കണ്ണുനീര് അവൻ്റെ കയ്യിൽ തട്ടിയപ്പോൾ അവളുടെ വായ പൊത്തിപ്പിടിച്ചിരുന്ന കൈ അവൻ പതുക്കെ പിൻവലിച്ചു. അതിനകത്ത് ഹരിയേട്ടൻ്റെ റൂമിൽ മാത്രമല്ലേ ബാത്റൂമുള്ളൂ. മോട്ടോർ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് അവിടെ വെള്ളമില്ല. പിന്നെ ഇതിൻ്റെ കുറ്റി തുരുമ്പെടുത്ത് ഒടിഞ്ഞുപോയി. എന്നാൽ പിന്നെ നിനക്ക് അപ്പുറത്ത് കുളിച്ചൂടെ? ഹരി വീണ്ടും ദേഷ്യപ്പെട്ടു. അവിടെയും അകത്തെ ബാത്റൂം ഉപയോഗിക്കാൻ എനിക്ക് അനുവാദമില്ല. പുറത്തെ ബാത്റൂമിൽ നിന്ന് കുളിക്കാമെന്ന് വെച്ചാൽ എന്താ? ഹരി വീണ്ടും ഇടയ്ക്ക് കയറി. നന്ദു ഒന്ന് ഞെട്ടി. അതവന് മനസ്സിലാവുകയും ചെയ്തു. അത് വല്യച്ഛൻ്റെ പെങ്ങളുടെ മോനില്ലേ രാകേഷ്, അയാളുണ്ടവിടെ. അതിന് നിനക്കെന്താ? ഹരി പിന്നെയും ചോദിച്ചു. അയാൾ അത്ര നല്ല ആളൊന്നുമല്ല. എനിക്കയാളെ പേടിയാ. അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന്. ശരി, ഇനി മേലാൽ ഈ സമയത്ത് കുളിക്കാൻ ഇറങ്ങിയേക്കരുത്, പറഞ്ഞേക്കാം. ഇനി എന്ത് കാണാനാ നിൽക്കുന്നേ? ഒന്ന് പോയിരുന്നേ, എനിക്കൊന്ന് കുളിക്കാമായിരുന്നു എന്ന് ഹരി പറഞ്ഞു. അതിന് ഹരിയേട്ടൻ വിട്ടാലല്ലേ എനിക്ക് പോകാൻ പറ്റൂ. അപ്പോഴാണ് നന്ദുവിൻ്റെ നഗ്നമായ തോളിലമർന്ന് അവൻ്റെ കൈത്തലത്തിൽ അവൻ്റെ ശ്രദ്ധ പതിഞ്ഞത്. അവൻ പെട്ടെന്ന് കൈവലിച്ചെടുത്ത് ബാത്റൂമിന് പുറത്തേക്ക് ഇറങ്ങി നിന്നു. നന്ദു പെട്ടെന്ന് വസ്ത്രം മാറി വീടിൻ്റെ പുറകുവശത്തെ വാതിലിലൂടെ അകത്തേക്ക് കയറി. അവൻ ബാത്റൂമിലേക്ക് കയറി ഡോറ് ചാരി നിന്ന് ശ്വാസം വലിച്ചു വിട്ടു. കൈത്തലം എടുത്ത് നാസികയോട് ചേർത്തു. അവളുടെ ഗന്ധം. ഷർട്ട് ഊരാൻ ശ്രമിച്ചപ്പോഴാണ് ഷർട്ടിലെ നനവ് അവൻ ശ്രദ്ധിച്ചത്. അവളോട് ചേർന്ന് നിന്നപ്പോൾ അവൾ ഉടുത്തു കുളിച്ച തുണിയിൽ നിന്നും പടർന്നതാണ് ഈറൻ എന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ്റെ ഉള്ളം കുളിരു കോരി. എൻ്റെ പൊന്നെ, കുടിച്ച കള്ളിൻ്റെ കെട്ടും വിട്ടു. എന്തൊരു നിൽപ്പായിരുന്നു! പേടി കാരണം അവൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. നിലാവെളിച്ചത്തിൽ അവന് മുന്നിൽ അനാവൃതമായ നന്ദുവിൻ്റെ രൂപഭംഗി ഓർത്തുകൊണ്ട് അവൻ യാന്ത്രികമായി കുളിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് അവൻ്റെ ഫോണിൻ്റെ സ്ക്രീനിൽ സ്വാതിയുടെ നമ്പർ തെളിഞ്ഞത്. അവൻ തല ശക്തമായി കുടഞ്ഞുകൊണ്ട് അവളുടെ കോൾ എടുത്തു. എന്തൊക്കെയോ സംസാരിച്ചെന്ന് വരുത്തി കോൾ കട്ടാക്കി അകത്തേക്ക് കയറി. പക്ഷേ അപ്പോഴേക്കും അമ്മ ഉറങ്ങിയിരുന്നു. ഒന്നും കഴിക്കുന്നില്ലേ? നന്ദു വിളിച്ചു ചോദിച്ചു. വേണ്ട, ഞാൻ കഴിച്ചിട്ടാ വന്നേ, നീ പോയി കിടക്കാൻ നോക്ക് എന്നും പറഞ്ഞ് ഹരി പോയി.
അവളും അമ്മായിയോട് ഒട്ടിച്ചേർന്ന് ഉറക്കത്തെ പുൽകി. അവനെ അന്നും നിദ്രാദേവി കടാക്ഷിച്ചില്ല. നിശ്ചയം കഴിഞ്ഞിട്ടും സ്വാതിയോട് തോന്നാത്ത എന്തോ ഒന്ന് നന്ദുവിനോട് തോന്നുന്നു എന്ന ചിന്ത അവനിൽ കുറ്റബോധം നിറച്ചു. സ്വാതി അവൾ തന്നെ മാത്രം പ്രതീക്ഷിച്ച് തന്നെ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്നവളാണ്. അവളെ മനസ്സുകൊണ്ട് പോലും ചതിക്കാൻ പാടില്ല എന്നവൻ ഓർത്തു. പിന്നെ നന്ദു അവളൊരു പൊട്ടിപ്പെണ്ണാണ്. എന്നെക്കുറിച്ച് അവൾക്കൊരു തെറ്റിദ്ധാരണയുമില്ല. ഇന്ന് എനിക്കൊരു അബദ്ധം പറ്റിയതാണെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ അവളോട് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്താ? ഓരോന്നോർത്ത് അവൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. എൻ്റെ പ്രിയ വായനക്കാരെ, എൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു തുടക്കക്കാരി എന്ന നിലയിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കല്ലേ.